ഹലോ എവരിവൺ. UPSC ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിക്കാം. നോക്കുക, കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. റൈസ് ഓഫ് പാർത്തിയൻസ് അണ്ടർ കിങ് ഭോജ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ അണ്ടർ മഹേന്ദ്രവർമ്മൻ I, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചോള ഡൈനാസ്റ്റി പവർ ബൈ പരാന്തക I, പാല ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല. Which is the correct chronological order of the above events starting from the earliest time? അപ്പോൾ കറക്റ്റ് ഓർഡറിൽ ഇത് ഏത് ഇവന്റ് ആദ്യം സംഭവിച്ചു എന്നതിൽ അറേഞ്ച് ചെയ്യാനാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. Now look at the second question. From the decline of Guptas until the rise of Harshavardhana in the early 7th century, which of the following kingdoms were holding power in northern India? The Guptas of Magadha, the Paramaras of Malwa, the Pushyabudhis of Taneshwar, Maukharis of Kanauj, Yadavas of Devagiri, Maitragas of Vallabhi. അപ്പോൾ ഈ രീതിയിൽ UPSC ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആരൊക്കെയാണ് ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യൻ കിങ്ഡംസിന്റെ ടൈം ലൈൻ കൃത്യമായിട്ട് ആസ്പിറന്റ് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ മറ്റ് ചില ക്വസ്റ്റ്യൻസിൽ മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആവാം, അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ തോന്നാറുണ്ട് ആരാണ് ഇതിന് ശേഷം ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഭരിച്ചിരുന്നത്, ആ ടൈം ലൈൻ അറിയുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. So understanding the timeline and contemporaries in ancient India is very important for the UPSC prelims. So welcome to Rise Up IAS. നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് the timeline, complete timeline of ancient India. ഓരോ സമയത്ത് ഓരോ റീജിയനിൽ ആരൊക്കെയാണ് ഭരിച്ചത് എന്നുള്ള കാര്യമാണ്. So we'll go through the timeline and political chronology. അപ്പോൾ അതായത് നമ്മൾ ഓരോ ടൈം പീരീഡിലെയും കാര്യങ്ങളെ അല്ലെങ്കിൽ അവിടെ നടന്ന ഇവന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം we are going to understand the timeline. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പണ്ട് തൊട്ടേ, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ തൊട്ടേ പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാണ് നമ്മുടെ സിലബസിലും വരുന്നത്. സോ വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം അറൌണ്ട് 5 lakh BC. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ടൈം പീരീഡ്സിനെ നമ്മൾ പറയുന്നത് ലിത്തിക് ഏജസ് എന്നാണ്, അല്ലെ? വി കോൾ ഇറ്റ് ആസ് ദി ലിത്തിക് ഏജസ്. ഈ ലിത്തിക് ഏജസിനെ ഐ എം ഓൾസോ കോളിംഗ് ഇറ്റ് ആസ് പ്രീ ഹിസ്റ്ററി. അതായത് ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററിയെ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, പോസ്റ്റ് ഹിസ്റ്ററി എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ടൈം പീരീഡ് അബൌട്ട് വിച്ച് ദർ ആർ നോ ലിറ്റററി എവിഡൻസ്. ആ ടൈം പീരീഡിനെ നമ്മൾ ലിത്തിക് ഏജസ് എന്നും വിളിക്കും. കാരണം സ്റ്റോൺ ഏജ്, ലിത്ത് സ്റ്റോൺ എന്നുള്ള ഏജ്. അപ്പോൾ ആ ഒരു ഏജിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ടിംഗ് ഫ്രം അറൌണ്ട് 5 lakh BC. അവിടെ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ കംപ്ലീറ്റ് ടൈം ലൈൻ നമുക്ക് പറഞ്ഞു പോവാം. സോ ലിത്തിക് ഏജസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ക്ലാസിഫൈ ദ ലിത്തിക് ഏജസ് ബേസിക്കലി ഇൻ ടു 3, മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പാലോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. പാലോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. സോ പാലോലിത്തിക് എന്ന് പറഞ്ഞാൽ ലിത്തിക് ഏജിൽ ഏറ്റവും പഴക്കം ചെന്ന സമയം. ഇറ്റ്സ് ദ ടൈം പീരീഡ് ഓഫ് അറൌണ്ട് 5 lakh BC to 10,000 BC. ദെൻ മെസോലിത്തിക് പറയുകയാണെങ്കിൽ 10,000 BC to 7,000 BC. ആൻഡ് നിയോലിത്തിക് ഇഫ് യു സി ഇറ്റ് ഈസ് 7,000 BC to 4,000 BC. അപ്പോൾ 3 ടൈം പീരീഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ആ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ആണ് ബേസിക്കലി ഈ പാലോലിത്തിക്കിൽ വരുന്നത്. ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്ന, നൊമാഡ്സ് ആയിരുന്ന, സർവൈവൽ മാത്രം ബേസിക് ലക്ഷ്യമായി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതിനുശേഷം നമ്മൾ നിയോലിത്തിക്കിലേക്ക് പോകുമ്പോൾ ഈ നൊമാഡ്സ് ആയിരുന്ന ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന ആൾക്കാർ പയ്യെ അഗ്രികൾച്ചറിസ്റ്റിലായി മാറി തുടങ്ങി. അവർ സെറ്റിൽ ലൈഫ് തുടങ്ങി, ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി, വീൽ, ഫയർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു വില്ലേജ് ലൈഫിന്റെ ബിഗിനിങ് നമുക്ക് വേണമെങ്കിൽ നിയോലിത്തിക്കിൽ തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ പാലോലിത്തിക്കിൽ ഹണ്ടർ ഗ്യാദറേഴ്സ്, നിയോലിത്തിക്കിൽ സെറ്റിൽ ലൈഫ്. അപ്പോൾ അത് രണ്ടിനും ഇടയിലുള്ള ട്രാൻസിഷൻ ഫേസ് ആണ് മെസോലിത്തിക്. ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിന്റെ ബിഗിനിങ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലിത്തിക് ഏജസിൽ വരുന്ന 3 കാര്യങ്ങൾ. ആ സമയം ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. 5 lakh BC to 10,000 BC Paleolithic, 10,000 BC to 7,000 BC Mesolithic, and 7,000 BC to 4,000 BC Neolithic. They had a settled life in Neolithic. Agricultural domestication strong ആയി തുടങ്ങി. വീൽസ്, പോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഈ നിയോലിത്തിക്കും കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ 4,000 BC എത്തി, നിയോലിത്തിക്കും കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിത്തിക് ഏജ് കൂടി പറയാൻ പറ്റും. ദാറ്റ് ഈസ് ചാൽക്കോലിത്തിക്. ചാൽക്കോലിത്തിക്കില്, ചാൽക്കോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോപ്പർ, ലിത്ത് മീൻസ് സ്റ്റോൺ. അപ്പൊ കോപ്പറും സ്റ്റോണും ഒരുമിച്ച് ഉപയോഗിച്ച ടൈം പീരീഡ് ആയിരുന്നു ഈ ചാൽക്കോലിത്തിക്. അറൌണ്ട് ഒരു 3,000 BC to 700 BC എന്ന് പറയാം. അതായത് ഇത്രയും കാലം സ്റ്റോണിനെ ഡിപ്പെൻഡ് ചെയ്ത് വെപ്പൺസും ടൂൾസും ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ ഇപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സോ ദേ ആർ ബേസിക്കലി യൂസിങ് ദി മെറ്റലർജി. അത് വന്നൊരു ടൈം പീരീഡ് ആണ്. ആൻഡ് യു ക്യാൻ സി ഇവിടെ കൊടുത്തിരുന്ന ഇമേജ് ഒക്കെ നോക്കി കുറച്ചുകൂടി മനസ്സിലാക്കണ്ടോ, ആൾക്കാർ മെറ്റലർജിക്കലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും.
അപ്പോൾ ഇത് നാലുമായിട്ടാണ് നമുക്ക് ബേസിക്കലി ലിത്തിക് ഏജസിനെ പറയാൻ പറ്റുക. ഓക്കെ, ആ ടൈം പീരീഡ് ഓർക്കണേ. പാലിയോലിത്തിക് 5 lakh to 10,000, Mesolithic 10,000 to 7,000, Neolithic 7,000 to 4,000, and Chalcolithic 3,000 BC to 700 BC. ഇതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ UPSC പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ ബേസിക്കലി ആ ഒരു ടൈം പീരീഡിനെ വി ആർ ക്ലാസിഫൈങ് ഇൻ ടു 3000 BC to 600 BC. ഇനി ഒരു 3000 BC തൊട്ട് 600 BC വരെ എന്താ സംഭവിച്ചത് നോക്കാം. ഈ 3000 BC to 600 BC ഉള്ള ടൈം പീരീഡിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് 3000 to 1500 BC വരെയുള്ള ടൈം പീരീഡ്, അതിനെ ഞാൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൈം പീരീഡ് ആയി പറയുന്നു. 1500 to 600 BC വരെയുള്ള ടൈം പീരീഡ്, അതിനെ നമ്മൾ വേദിക് ഏജ് എന്ന് വിളിക്കുന്നു. ഈ വേദിക് ഏജിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് 1500 to 1000 BC, അതിനെ നമ്മൾ ഏർലി വേദിക് ഏജ് എന്ന് പറയും. 1000 BC to 600 BC, അതിനെ നമ്മൾ ലേറ്റർ വേദിക് ഏജ് എന്നും പറയും. അപ്പോൾ ഇതാണ് ഇനി നെക്സ്റ്റ് സ്ലോട്ട്, അതായത് 3000 to 600 BC വരെ ടൈം പീരീഡ്. ഇൻഡസ് വാലി സിവിലൈസേഷന് 3000 to 1500 വരെ, അതേപോലെ തന്നെ വേദിക് ഏജിന് 1500 to 600 വരെ. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി ബേസിക് ആയ ഡേറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതൊരു അർബൻ സിവിലൈസേഷൻ ആണ്. വി ഹാവ് സം റിട്ടൺ എവിഡൻസ്, ബട്ട് വി ആർ യെറ്റ് ടു ഡെസിഫർ ഇറ്റ് കംപ്ലീറ്റ്ലി. ഇവർ അഗ്രികൾച്ചർ ഫോളോ ചെയ്തിരുന്നു, വീറ്റ് ആയിരുന്നു പ്രിൻസിപ്പൽ ക്രോപ്പ്. അവർ ട്രേഡ് ഫോളോ ചെയ്തിരുന്നു, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ധാരാളം ഫൈൻഡിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പോളിതീസ്റ്റിക് റിലീജിയൻ ആയിരുന്നു, പശുപതി സീൽ, മദർ ഗോഡസ്, ബേർഡഡ് പ്രീസ്റ്റ് പോലുള്ള കാര്യങ്ങളും, അതേപോലെ ഗ്രേറ്റ് ബാത്ത് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഇൻഡസ് വാലി സൈറ്റ്സും അവിടെ നിന്നുള്ള ബേസിക് ഫൈൻഡിങ്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഓർത്ത് വയ്ക്കുക, 3000 to 1500 BC, വേർ വി ആർ ഹാവിങ് എ സെറ്റിൽ ലൈഫ്, ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരം ആ സമയത്ത് രൂപം കൊണ്ടു. ആൻഡ് അതേപോലെ തന്നെ ലൈക്ക് ഒരു അർബൻ, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് അർബൻ സിവിലൈസേഷൻ ആയി മാറിയതും ഈ ഒരു ടൈം പീരീഡിലായിരുന്നു. അത്രയും വെൽ എസ്റ്റാബ്ലിഷ് ആയ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു 1800 BCക്ക് ശേഷം ഡിക്ലൈൻ ചെയ്തു തുടങ്ങുകയാണ്. നമ്മൾ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആര്യൻസിന്റെ ഇൻവേഷൻ ആണ് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു, ഫ്ലഡ് കാരണമാണ് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, ഡ്രൗട്ട് കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അവിടെ നിന്ന് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങുകയാണ്. ഒരു സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും മരിച്ചു പോകുന്നതായിട്ട് കണക്കാക്കരുത്. അവർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയാലും ആ സിവിലൈസേഷൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം വി ഹാവ് ദി നെക്സ്റ്റ് സിവിലൈസേഷൻ ഓർ നെക്സ്റ്റ് ടൈം പീരീഡ് വിച്ച് വി കോൾ ആസ് ദി വേദിക് ഏജ്. വേദിക് ഏജ് നമ്മൾ യൂഷ്വലി പറയാ 1500 BC തൊട്ട് 600 BC വരെയാണ്. ഇതിൽ 1500 to 1000 BC ആണ് ഏർലി വേദിക് ഏജ്, 1000 BC to 600 BC ആണ് ലേറ്റർ വേദിക് ഏജ്. ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ യൂഷ്വലി ആസ്പിറൻസിന് ഓർമ്മ വയ്ക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കമ്പയർ ദി ഏർലി വേദിക് ആൻഡ് ലേറ്റർ വേദിക്. പൊളിറ്റിക്കൽ സ്ട്രക്ചർ എടുക്കുക. ഏർലി വേദിക്കിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു, ലേറ്റർ വേദിക്കിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏർലി വേദിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രൈബൽ പൊളിറ്റി ആയിരുന്നു, ലേറ്റർ വേദിക്കിലും ട്രൈബൽ പൊളിറ്റി ആയിരുന്നു. ഏർലി വേദിക്കിലും മൊണാർക്കി ആയിരുന്നു, ലേറ്റർ വേദിക്കിലും മൊണാർക്കി ആയിരുന്നു. പക്ഷേ ഏർലി വേദിക് മൊണാർക്കി ലിമിറ്റഡ് ആയിരുന്നു, അതായത് വേദിക് അസംബ്ലീസ് ഉണ്ടായിരുന്നു രാജാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ലേറ്റർ വേദിക് ആയപ്പോഴേക്കും മൊണാർക്കി അബ്സല്യൂട്ട് ആയി മാറി. ഏർലി വേദിക്കിൽ ബ്യൂറോക്രസി ഉണ്ടായിരുന്നില്ല, വേദിക് അസംബ്ലീസ് ആണ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ലേറ്റർ വേദിക്കിൽ ബ്യൂറോക്രസി വന്നു. ഏർലി വേദിക്കിൽ കമ്പൽസറി ടാക്സേഷൻ ഉണ്ടായിരുന്നില്ല, ബലിയായിരുന്നു, വോളണ്ടറി ഗിഫ്റ്റ്സ് ആയിരുന്നു. ലേറ്റർ വേദിക്കിൽ കമ്പൽസറി ടാക്സേഷൻ വന്നു. അപ്പോൾ അങ്ങനെ പൊളിറ്റിയും എക്കണോമിയും റിലീജിയനും സൊസൈറ്റിയും എല്ലാം ഏർലി വേദിക്കിനെ ലേറ്റർ വേദിക്കിനെയും കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ UPSC ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ വേദിക് ഏജ് ആണ്. 1500 BC to 1000 BC ഏർലി വേദിക്, 1000 BC to 600 BC ലേറ്റർ വേദിക്. അപ്പോൾ അങ്ങനെ ഒരു 600 BC വരെയുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ഏർലി വേദിക് ലേറ്റർ വേദിക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ഏർലി വേദിക്കിൽ നിന്ന് ലേറ്റർ വേദിക്കിൽ പോകുന്നപ്പോൾ. കാരണം ഈ ടൈം പീരീഡിലാണ് വേദാസ് പോലെയുള്ള ഉപനിഷത്സ് പോലെയുള്ള ലിറ്റററി വർക്ക്സ് എല്ലാം കമ്പയർ ചെയ്യപ്പെട്ടത്. അത് മാത്രമല്ല വി ഹാഡ് ലോട്ട് ഓഫ് ലൈക്ക് മനുഷ്യരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന കുറെ ഡിസ്കവറീസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ അയൺ. അപ്പൊ ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏർലി വേദിക് പീരീഡിൽ നമുക്കുണ്ടായ വർണ്ണ സിസ്റ്റം, ആ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ബർത്ത് ആയിരുന്നില്ല, ബേസ്ഡ് ഓൺ ജോബ് ആയിരുന്നു. ലേറ്റർ വേദിക് ആയപ്പോഴേക്കും എന്തായി, അത് ബേസ്ഡ് ഓൺ ബർത്ത് ആയി, ഹൈറാർക്കിയലായി. ഇപ്പോൾ ചാതുർവർണ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ്. ശൂദ്രാസ് ഹയർ വർണ്ണാസിന്റെ വർക്കേഴ്സ് അല്ലെങ്കിൽ സർവൻസ് ആവുന്ന രീതിയിൽ മാറി. വിമന്റെ കണ്ടീഷൻ ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ സൊസൈറ്റിയിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ച ടൈം പീരീഡ് കൂടിയാണ് വേദിക് ഏജ്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് അങ്ങനെ ഓർത്ത് വയ്ക്കാം. നമ്മൾ പറഞ്ഞു 5 lakh BC to 10,000 BC മെസോലിത്തിക്, 10,000 to 7,000 BC പാലിയോലിത്തിക്,
10,000 to 7,000 BC മെസോലിത്തിക്, 7,000 to 4,000 BC നിയോലിത്തിക്, ദെൻ നമ്മൾ ഒരു 3,000 to 700 BC വരെ നമ്മൾ ചാൽക്കോലിത്തിക് പറഞ്ഞു. ദെൻ 3,000 to 1,500 BC നമ്മൾ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, 1,500 to 1,000 BC ഏർലി വേദിക് ഏജ്, 1,000 to 600 BC ലേറ്റർ വേദിക് ഏജ്. അപ്പൊ ഈ രീതിയിൽ തന്നെ ടൈം പീരീഡ് ഒന്ന് ഓർത്തു വെക്കാം. അപ്പോൾ 600 BCയുടെ ഈ ഒരു ടൈം പീരീഡ്, അതായത് ലേറ്റർ വേദിക് ടൈം പീരീഡിന് ശേഷം, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ശൂദ്രാസിന്റെ കണ്ടീഷനിൽ ഡിറ്ററേറ്റ് ചെയ്തു, വിമന്റെ കണ്ടീഷൻ ഡിറ്ററേറ്റ് ചെയ്തു. ഈ ടൈം പീരീഡിലാണ് വേറെ രണ്ട് റിലീജിയൻ അല്ലെങ്കിൽ ഫിലോസഫീസ് വളർന്നു വരുന്നത്. അതാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം ഈ ടൈമിലാണ് പ്രോമിനന്റ് ആയി വരുന്നത്. കാരണം ഈ രണ്ട് റിലീജിയനും ബേസിക്കലി കുറച്ചും കൂടി ഒരു ലൈക്ക് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല. അപ്പോൾ വേദിക് റിലീജിയനിൽ നിൽക്കുമ്പോൾ ലൈക്ക് വളരെയധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ട്രസ്ഡിലായിട്ടുള്ള മിസറബിൾ ആയ ലൈഫ് ലീഡ് ചെയ്യുന്ന ശൂദ്രാസ് വിമൻ പോലുള്ള ആൾക്കാർക്ക് ബേസിക്കലി ബുദ്ധിസം ജൈനിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ലൈഫ് കിട്ടുന്ന ഒരു അവസ്ഥ വന്നു. സോ അത് പെട്ടെന്ന് പോപ്പുലറായി ആൾക്കാർ ഫോളോ ചെയ്തു. ജൈനിസത്തിന്റെ കേസ് നമുക്കറിയാം, മഹാവീരയാണ് വി കോൾ ടു ദി പ്രൊപ്രൈറ്റർ ഓഫ് ജൈനിസം. 6th century BC, അറൌണ്ട് 599 BC-യിലാണ് ജനിച്ചത് പറയപ്പെടുന്നു. ആൻഡ് മഹാവീര ബേസിക്കലി ഹി വാസ് ദി 24th തീർത്ഥങ്കര, അല്ലെ, 24ാമത്തെ തീർത്ഥങ്കരയാണ് മഹാവീര. അതിന് മുമ്പ് തീർത്ഥങ്കരാസ് ഉണ്ട്, പക്ഷെ മഹാവീരയാണ് നമ്മൾ പറയുന്നത് 24th തീർത്ഥങ്കര. ജൈനിസത്തിലെ നിങ്ങൾ ഫിലോസഫീസ് ഓഫ് ജൈനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ജൈനിസിൽ 3rd century, പിന്നീട് ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തു, പല രാജാക്കന്മാർ ഫോളോ ചെയ്ത് കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതിൽ 3rd century BC ആയപ്പോൾ ജൈനിസിൽ സ്പ്ലിറ്റ് വന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദിഗംബര ശ്വേതംബരയായിട്ട്. അപ്പോൾ ജൈനിസം ബേസിക്കലി ഗ്രോ ചെയ്ത് ഈ 600 BC തൊട്ട് അങ്ങോട്ട് മുന്നോട്ട് ജൈനിസവും വന്നു. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ടൈം പീരീഡ് തന്നെ വി ഹാവ് ദി എമർജൻസ് ഓഫ് ബുദ്ധിസം ആസ് വെൽ, അല്ലെ. ഗൗതം ബുദ്ധ ഈസ് കൺസിഡർഡ് ടു ദി പ്രൊപ്പഗേറ്റർ ഓഫ് ബുദ്ധിസം. ഇപ്പോൾ ഗൗതം ബുദ്ധയുടെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 563 BC to 483 BC ആണ്. അപ്പോൾ ബുദ്ധയുടെ ലൈഫ്, ബുദ്ധ വീട് വിട്ടിറങ്ങുന്ന മഹാഭിനിഷ്ക്രമണ, ബുദ്ധ അറ്റൈനിങ് നിർവാണ, അതേപോലെ തന്നെ ബുദ്ധയ്ക്ക് ഡിസൈപ്പിൾസ് വരുന്നത്, ബുദ്ധിസ്റ്റിലെ നോബിൾ ട്രൂത്ത്സ്, അഷ്ടാംഗ മാർഗ, അതേപോലെ തന്നെ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ ബുദ്ധിസം ഹീനയാന മഹാനായ സ്പ്ലിറ്റ് ആവുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സിൽ ടൈം ലൈനിൽ പ്ലേസ് ചെയ്യുമ്പോൾ ബുദ്ധിസത്തിനും ജൈനിസത്തിനും തുടക്കം നമ്മൾ എന്ത് ചെയ്യണം, ആ വേദിക് ഏജ് കഴിയുന്ന സ്ഥലത്തിലേക്ക് തന്നെ 6th century BC 600 BC എന്നുള്ള ടൈം പീരീഡിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലിരുന്നോട്ടെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി വേദിക് ഏജസ്, ലേറ്റർ വേദിക് കഴിഞ്ഞു. ലേറ്റർ വേദിക്കിൽ അഗ്രികൾച്ചർ ഒക്കെ പ്രോമിനന്റ് ആയി. ലേറ്റർ വേദിക് ഏജ് ആയപ്പോഴേക്കും വി ഹാഡ് ദ ഡിസ്കവറി ഓഫ് അയൺ. ഈ അയൺ ഡിസ്കവർ ചെയ്ത ശേഷം എന്ത് സംഭവിച്ചു, ആൾക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സും അഗ്രികൾച്ചർ ടൂൾസും ഉണ്ടാക്കാൻ തുടങ്ങി. So they were able to clear more forest and they were able to cultivate more efficiently. അപ്പോൾ കൾട്ടിവേഷൻ ഭയങ്കര പ്രോമിനന്റ് ആയി. കൾട്ടിവേഷൻ പ്രോമിനന്റ് ആയി ആൾക്കാർ കൂടുതൽ ബെറ്റർ ഫെർട്ടൈൽ വാട്ടർ അവൈലബിൾ ആയ ലാൻഡുകൾ തപ്പി നതേൺ പ്ലേസിന്റെ ഭാഗത്തേക്കൊക്കെ പോയി. അഗ്രികൾച്ചർ വല്ലാതെ വളർന്നു, പ്രോസ്പെരിറ്റി വന്നു. അപ്പോൾ അഗ്രികൾച്ചറൽ സർപ്ലസ് വരുമ്പോൾ എന്താവും, ട്രേഡ് കൂടും. അപ്പോൾ ട്രേഡ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഈ ട്രേഡ് സെന്റേഴ്സ് പയ്യെ വല്ല എക്കണോമിക് സെന്റേഴ്സ് ആയി മാറി. അത് പിന്നെ സ്റ്റേറ്റ്സ് ആയി മാറി. അപ്പോൾ ഈ ടൈം പീരീഡിൽ ഫോളോ ചെയ്ത ഫോംസ് ചെയ്ത സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ നോർമലി എന്ത് പറയാം, വി കോൾ ദം ആസ് ജനപതാസ്. അപ്പൊ ഈ ജനപതാസിൽ ദർ വർ 16 ഇമ്പോർട്ടന്റ് ജനപതാസ്. ഈ 16 ഇമ്പോർട്ടന്റ് ജനപതാസ് നമ്മൾ പറയും മഹാജനപതാസ്. ഓക്കെ, മഹാജനപതാസ്. അപ്പൊ നമുക്ക് ഈ 16 മഹാജനപദാസ്, നിങ്ങൾ പേരുകൾ കേട്ടിട്ടുണ്ടാവില്ല, അങ്ക, കാസി, കോസല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും മഹാജനപദാസിന്റെ പേരുകൾ. അപ്പൊ എല്ലാ മഹാജനപദാസിനെയും പറ്റിയല്ല നമ്മൾ പഠിക്കുന്നത് ഏൻഷ്യന്റ് ഇന്ത്യയിൽ. ഈ മഹാജനപദാസിനെ എല്ലാത്തിനെയും തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു മഹാജനപദയുണ്ട്, ദാറ്റ് ഈസ് മഗധ. മഗധയാണ് പിന്നീട് 16 മഹാജനപദയും കോൺക്രീറ്റ് ചെയ്തിട്ടും സെറ്റായി കൊണ്ടുവന്നത്. അപ്പോൾ മഗധയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ മഗധയിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട പ്രോമിനന്റ് ആയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ഹരിയാങ്ക ഡൈനാസ്റ്റി. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഹരിയാങ്ക ഡൈനാസ്റ്റി. നമ്മൾ 6th century BC-യിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഹരിയാങ്ക ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ ബിംബിസാരയാണ്, ഹു റൂൾ ഫ്രം 542 BC to 492 BC. അപ്പോൾ മഗധ എന്ന് പറയുന്ന ആ ഒരു മഹാജനപദയെ മറ്റ് മഹാജനപദാസിനെയും കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിൽ, മഗധയുടെ അടിയിൽ കൊണ്ടുവരുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയത് ആരാണ്, ബിംബിസാരയാണ്. ബിംബിസാര ബേസിക്കലി ഹി എക്സ്പാൻഡഡ് ദി ടെറിട്ടറീസ് വിത്ത് വാർ ആസ് വെൽ ആസ് മാട്രിമോണിയൽ അലയൻസസ്, ഡിപ്ലോമസി, അങ്ങനെ പല പല മെത്തഡോളജി വെച്ചിട്ട്. അതായത് വേദിക് ഏജിലൊന്നും ആർക്കും സ്റ്റാൻഡിങ് ആർമി ഇല്ല, ആർമി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. യുദ്ധത്തിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തുടങ്ങിയത് ആരാണ്, ബിംബിസാരയാണ്, ഫസ്റ്റ് സ്റ്റാൻഡിങ് ആർമി വന്നത്. അങ്ങനെ ബിംബിസാര എക്സ്പാൻഡ് ചെയ്ത് ലൈക്ക് മഗധ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ക, കോസല, വാജി പോലെയുള്ള മഹാജനപദത്തിലേക്ക് കോൺക്രീറ്റ് ചെയ്തു. മഗധയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. 492 BC ആയപ്പോൾ ബിംബിസാര വാസ് കിൽഡ് ബൈ ഹിസ് ഓൺ സൺ അജതശത്രു. അജതശത്രു രണ്ട് സ്പെല്ലിംഗും കാണാറുണ്ട്. അജതശത്രു 492 BC to 460 BC വരെയാണ്. അജതശത്രുവും മഗധയെ എക്സ്പാൻഡ് ചെയ്തു. അച്ഛൻ ചെയ്തു വെച്ച പോലെ തന്നെ ഹി ഓൾസോ എക്സ്പാൻഡഡ് മഗധ.
രാജഗൃഹ ക്യാപിറ്റലാക്കി വെച്ചു. ആൻഡ് അജാതശത്രു വാസ് എ ബുദ്ധിസ്റ്റ് ഫോളോവർ. ഹി കണ്ടക്ടഡ് ദി ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. മഹാകശ്യപ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മോങ്ങിന്റെ പ്രസിഡൻഷിപ്പില് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തു. 460 BC അജാതശത്രു. അതിനുശേഷം വന്ന റൂളറാണ് ഉദയൻ. ഇതും ഹരിയാങ്ക ഡൈനാസ്റ്റി തന്നെ. 460 BC തൊട്ട് ഒരു 444 BC വരെ. ഹി കൺസ്ട്രക്ടഡ് ദി ക്യാപിറ്റൽ പാടലിപുത്ര. ഗംഗയുടെയും സോൺ റിവറിന്റെയും തീരത്ത് പാടലിപുത്രയൊക്കെ ക്യാപിറ്റൽ കൺസ്ട്രക്ട് ചെയ്തു. ഉദയനും ഒരു 444 BC വരെ ഭരിച്ചു. സോ ബേസിക്കലി ഈ ഒരു ടൈം പീരീഡ് ആയപ്പോഴേക്കും ലൈക്ക് വി ഹാവ് ദി എക്സ്പാൻഷൻ. മഗധ എന്ന് പറയുന്ന ദാറ്റ് സോ കോൾഡ് ഇവിടെ ഏകദേശം ഈ ഭാഗത്തുള്ള ഈ മഹാജനപദ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പല ഭാഗവും കീഴടക്കി എത്തി. അപ്പോൾ ഇതിനുശേഷം ഹരിയാങ്ക ഡൈനാസ്റ്റിയിൽ വി ഹാഡ് സം റൂളേഴ്സ് ഹു ആർ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹരിയാങ്ക ഡൈനാസ്റ്റിനെ ഓവർത്രോ ചെയ്തു വന്ന ഡൈനാസ്റ്റിയാണ് ശിശുനാഗ ഡൈനാസ്റ്റി. അതിനുശേഷം വന്നതാണ് നന്ദ ഡൈനാസ്റ്റി. അപ്പോൾ അറൌണ്ട് 413 BC ശിശുനാഗ അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഹി റൂൾ ഫ്രം 413 BC ടു 395 BC. വൈശാലിയിൽ ക്യാപിറ്റലാക്കി അവന്തിയെ ക്യാപ്ചർ ചെയ്തു. വീണ്ടും കിങ്ഡം വലുതാക്കി. ശിശുനാഗയ്ക്ക് ശേഷം ശിശുനാഗ ഡൈനാസ്റ്റിയിൽ തന്നെ വന്നതാണ് കാലശോക. ഹി റൂൾ ഫ്രം 395 BC ടു 367 BC. വീണ്ടും എക്സ്പാൻഷൻ ആണ്. കാലശോകയും ഒരു ബുദ്ധിസ്റ്റ് ഫോളോവർ ആയിരുന്നു. ഹി കണ്ടക്ടഡ് ദി സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ആൻഡ് കാലശോക ഹി വാസ് അസാസിനേറ്റഡ് അറ്റ് ദി പാലസ്. അങ്ങനെ ശിശുനാഗ ഡൈനാസ്റ്റി ഓവർത്രോ ചെയ്ത് വന്ന നെക്സ്റ്റ് ഡൈനാസ്റ്റിയാണ് നന്ദ ഡൈനാസ്റ്റി. അതിലെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് റൂളറാണ് മഹാപത്മനന്ദ. മഹാപത്മനന്ദയുടെ ടൈം പീരീഡ് ആയപ്പോഴേക്കും മഗധ എന്ന് പറയുന്ന ഒരു കിങ്ഡം എക്സ്പാൻഡ് ചെയ്തു എംപയർ ആയി മാറിയിരുന്നു. സോ വി ക്യാൻ കോൾ നന്ദ ആസ് ആൻ എംപയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് മഹാപത്മനന്ദയുടെ സിഗ്നിഫിക്കൻസ്, ഹി ഈസ് കൺസിഡർഡ് ദ ഫസ്റ്റ് നോൺ ക്ഷത്രിയ റൂളർ. മഗധ ബിക്കേം എൻ എംപയർ. ആ നോൺ ക്ഷത്രിയ റൂളർ ആയതുകൊണ്ട് ആൾക്ക് കുറെ ഹ്യൂമിലിയേഷൻസ് നേരിടേണ്ടി വന്നിരുന്നു. സോ ഹി വാസ് ക്ഷത്രിയസ് ആയിരുന്ന ഒരു പ്രശ്നം ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹി ടുക്ക് ദി ടൈറ്റിൽ സർവക്ഷേത്രാന്തക, കില്ലർ ഓഫ് ക്ഷത്രിയാസ്. മഹാപത്മനന്ദ റൂൾ ടിൽ 321 BC. മഹാപത്മനന്ദയ്ക്ക് നേരത്തെ ശേഷം വന്നതാണ് ദാനനന്ദ, ഹു റൂൾ ഫ്രം 329 BC ടു 321 BC. ദാനനന്ദ ഈസ് കൺസിഡർഡ് ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. ആളത്ര പോപ്പുലർ അല്ല. അതായത് അദ്ദേഹത്തിന്റെ ജനങ്ങളും അദ്ദേഹത്തിന്റെ സഭയിലുള്ള മറ്റു ആൾക്കാരും വാസ് നോട്ട് ഹാപ്പി അബൌട്ട് ദാനനന്ദ. സോ ബേസിക്കലി ഹി ഈസ് ദി ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. ആൻഡ് ആൾക്കെതിരെയുള്ള ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നന്ദ ഡൈനാസ്റ്റിനെ ഓവർത്രോ ചെയ്ത് ചന്ദ്രഗുപ്ത മൗര്യ വരുന്നത് ടു എസ്റ്റാബ്ലിഷ് ദി മൗര്യൻ ഡൈനാസ്റ്റി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ചാണക്യ. അപ്പോൾ നന്ദ ഡൈനാസ്റ്റി 321 BC. ഇവിടെ നിന്നാണ് നമ്മുടെ മൗര്യൻ എംപയർ, പെർഹാപ്സ് ദി മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ UPSC. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടൈം പീരീഡിൽ മറ്റൊരാളും കൂടി ഇന്ത്യയിലേക്ക് ബേസിക്കലി വരാൻ ശ്രമിച്ചിരുന്നു. ദാറ്റ് ഇസ് ദി അലക്സാണ്ടർ. Alexander വന്നിട്ട് you might have heard about the battle between Alexander and the Porus or Purushottama, which we call as the Battle of Hydaspes. Alexander ജേലം റിവറിന്റെ തീരത്ത് വെച്ച് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസിൽ Alexander faced the toughest resistance of his life against Porus or Purushottama. എങ്ങനെയാണ് toughest resistance കൊടുത്തത്? Alexander was facing elephants for the first time. അങ്ങനെ അവിടെ വെച്ച് അലക്സാണ്ടർ പിന്നെ ബയാസ് ക്രോസ് ചെയ്യാതെ തിരിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. കമ്മിങ് ബാക്ക് ടു മഗധ, നമുക്ക് ദാനനന്ദയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയർ ലാസ്റ്റഡ് ഫ്രം 321 BC ടു 184 BC. അതായത് ഈ ടൈം പീരീഡ് ആയപ്പോഴേക്കും ആ എംപയറിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. അതായത് ആ പല പല ഫ്രാഗ്മെന്റഡ് ആയി കിടന്ന ആ മഹാജനപദാസ് കൂടിച്ചേർന്നൊരു വലിയ എംപയർ ആയി മാറി. അതിന്റെ പീക്ക് ടൈം പീരീഡിലെത്തി. അതുകൊണ്ടാണ് മൗര്യൻ എംപയർ അത്രയും സിഗ്നിഫിക്കന്റ് ആയി പഠിക്കണം എന്ന് പറയാൻ കാരണം. മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചന്ദ്രഗുപ്ത മൗര്യ, ഹു റൂൾ ഫ്രം 321 BC ടു 298 BC. ചന്ദ്രഗുപ്ത മൗര്യ ഭയങ്കര സ്ട്രോങ് റൂളർ ആയിരുന്നു, ജെയിൻ ഫോളോവർ ആയിരുന്നു. പക്ഷേ ഒരു 298 BC ആയപ്പോൾ മഗധയിൽ ഒരു ഫെമൈൻ വന്നു. ഹി ടുക്ക് ദി റെസ്പോൺസിബിലിറ്റി. ഹി സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദി ത്രോൺ ആൻഡ് ഹി മേഡ് ഹിസ് സൺ ദി നെക്സ്റ്റ് റൂളർ, ദാറ്റ് ഇസ് ബിന്ദുസാര, ഹു റൂൾ ഫ്രം 298 BC ടു 273 BC. അപ്പോൾ നമ്മൾ ടൈം 273 BC എത്തി. ബിന്ദുസാര അമിത്രഘട്ട എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഹി ഓൾസോ എക്സ്പാൻഡ് മൗര്യൻ എംപയർ ടു ദ സൗത്ത്. ബിന്ദുസാരയ്ക്ക് ശേഷം ഒരു വാർ ഓഫ് സക്സഷൻ പോലെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വാർ ഓഫ് സക്സഷൻ ശേഷം വന്ന ആളാണ് അശോക. അശോകനെ പറ്റി യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ്. അശോകന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്, അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, മേജർ റോക്ക് എഡിക്ട്സ്, മൈനർ റോക്ക് എഡിക്ട്സ്, അശോകാസ് ധമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അശോക ഹി റൂൾ ഫ്രം 268 BC ടു 292 BC. 232 BC. അപ്പോൾ 232 BC വരെ എത്തി. അശോകയ്ക്ക് ശേഷം അശോകന്റെ സക്സസേഴ്സ് ഉണ്ടായിരുന്നു, ഹു റൂൾ ഫ്രം 232 BC ടു 184 BC. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ അശോകനെ പോലെ ഒരു സ്ട്രോങ് റൂളർ, ഒരു വലിയ എംപയർ പിടിച്ചു നിർത്താൻ പറ്റുന്ന സ്ട്രോങ് റൂളേഴ്സ് ആയിരുന്നില്ല അവര്. ദി എംപയർ ഗോട്ട് ഡിസിൻറ്റഗ്രേറ്റഡ് ബിറ്റ്വീൻ അശോകാസ് സൺസ് ആൻഡ് ഗ്രാൻഡ് സൺസ്.
അപ്പോൾ മൗര്യൻ എംപയർ ആയി കൂടി വന്നിരുന്ന ആ ഒരു വലിയ എംപയർ ഇപ്പൊ എന്തായി, വീണ്ടും ഫ്രാഗ്മെന്റഡ് ആയി പോയി. അപ്പോൾ ഒരു 184 BC ആയപ്പോൾ വീണ്ടും ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചു. ഓക്കെ, ദ മൗര്യൻ എംപയർ ഏകദേശം ഇത്രയും ഉണ്ടാവും. ഇറ്റ്സ് കവറിംഗ് ദീസ് മച്ച് റീജിയൻസ്. അപ്പോൾ മൗര്യൻ എംപയറിന് ശേഷം ഫ്രാഗ്മെന്റഡ് ആയി എന്ന് പറയുമ്പോൾ ആ ടൈം പീരീഡിനെ നമ്മൾ പറയുന്നത് പോസ്റ്റ് മൗര്യാസ് എന്നാണ്. കാരണം ഓരോ ഭാഗത്തും ചെറിയ ചെറിയ കിങ്ഡംസ് ആയി മാറി. ഇൻഡിജിനസ് ആയ കിങ്ഡംസ് കൂടാതെ ഈ ചെറിയ കിങ്ഡംസ് ആയതുകൊണ്ട് ഫോറിൻ പവേഴ്സും ബേസിക്കലി ഇവിടേക്ക് വരാൻ ശ്രമിച്ചിരുന്നു. സെൻട്രൽ ഏഷ്യ എന്നും ഗ്രീക്ക് റോമൻ റീജിയൻ എന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പല പല കിങ്ഡംസ് ഉണ്ടായിരുന്ന ടൈം പീരീഡ് ആണ്. സോ ഐ വിൽ ഷോ ദം ഇൻ എ സിംഗിൾ മാപ്പ്, ഒറ്റ മാപ്പിൽ കാണിക്കാം. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി വരുന്ന ആൾക്കാർ, ഒന്ന് വി ഹാഡ് ദി സുങ്കാസ്. ആക്ച്വലി മഗധയുടെ ഭാഗത്തായിട്ട് വി ഹാഡ് ദി സുങ്കാസ്. പുഷ്യമിത്ര സുങ്ക കൊണ്ടുവന്ന സുങ്ക ഡൈനാസ്റ്റി അറൌണ്ട് ഒരു 185 BC തൊട്ട് 73 BC വരെ. ദെൻ വി ഓൾസോ ഹാവ് ദി കൻവാസ് ഓവർ ഹിയർ, വളരെ കുറച്ചു കാലം മാത്രം ഭരിച്ച കൻവാസ് ഉണ്ട്. ദെൻ ഒഡീഷ ഭാഗത്തായിട്ട് ഓവർ ഹിയർ ഇറ്റ്സ് റിട്ടൺ മഹാമേഘവാഹന ഡൈനാസ്റ്റി, കോമൺലി കോൾഡ് ആസ് ചേഡി ഡൈനാസ്റ്റി. അറൌണ്ട് ഒരു 1st century BC ടൈം പീരീഡിൽ ചേഡി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ടുവേർഡ് ദി സൗത്ത്, ആന്ധ്ര ഭാഗത്ത് എസ്പെഷ്യലി വി ഹാഡ് ദി ശതവാഹന എംപയർ. ശതവാഹന ബേസിക്കലി ഹു റൂൾ ഫ്രം അറൌണ്ട് 1st century BC ടു ഒരു 220 AD വരെയൊക്കെ ഭരിച്ചിരുന്നു. താഴെ ചേര, ചോള, പാണ്ഡ്യാസ് ആണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും ആൾക്കാർ ഏതൊക്കെയായിരുന്നു? സുങ്ക, കൻവ, ചേടി, ശതവാഹനാസ്. ഇത്രയും പേര് ഇൻഡിജിനസ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്നുള്ള ഫോറിൻ പവേഴ്സും ബേസിക്കലി വന്ന് കയറാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ആൾക്കാർ ദാറ്റ് ഇസ് ഇൻഡോ ഗ്രീക്ക്, ഹു റൂൾ ഫ്രം 165 BC ടു 144 BC. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഗ്രീക്ക് റോമൻ ഭാഗത്തും സെറ്റിൽ ആയ ആൾക്കാർ. ദെൻ വി ഹാവ് ദി കുഷാന എംപയർ 127 BC ടു 150 BC. കനിഷ്ക പോലെ റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നവരാണ്. സിമിലർലി ടുവേർഡ്സ് ദി വെസ്റ്റ്, പ്രസന്റ് ഡേ ഗുജറാത്ത് റീജിയനിലായിട്ട് വി ഹാവ് ദി ഷാക്കാസ്. ഇവരും സെൻട്രൽ ഏഷ്യൻ ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിൽ ഇന്ത്യയുടെ ഒരു ബേസിക് അവസ്ഥ അല്ലെങ്കിൽ ആ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അതാ ഇങ്ങനെയായിരുന്നു. വി ഹാഡ് സെവറൽ എംപയർസ് ലൈക്ക് ഇൻഡോ ഗ്രീക്സ്, കുഷാനാസ്, ഷാക്കാസ്, ശുങ്കാസ്, കൻവാസ്, ചേഡീസ്, ശതവാഹനാസ് ആൻഡ് സൗത്തിൽ ചേര, ചോള, പാണ്ഡ്യാസ്. ഇതാണ് പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വി റീച്ച് ദ ടൈം പീരീഡ് ഓഫ് 300 AD. ഓക്കെ, 300 AD ടൈം പീരീഡ് എത്തി. ഈ ഒരു ടൈം പീരീഡിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 300 BC തൊട്ട് 300 AD ടൈം പീരീഡിൽ തന്നെ സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ വി ഹാഡ് 3 മേജർ കിങ്ഡംസ്. നമുക്ക് ഏതൊക്കെ ഉണ്ടായിരുന്നു? ചേരാസ് ഉണ്ടായിരുന്നു, ചോളാസ് ഉണ്ടായിരുന്നു, പാണ്ഡ്യാസ് ഉണ്ടായിരുന്നു. ഈ ടൈം പീരീഡ് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ദി സംകം പീരീഡ് അല്ലെങ്കിൽ സംകം ഏജ് എന്ന് പറയുന്നത്. വി കോൾഡ് ദി സംകം പീരീഡ് ഓർ ദി സംകം ഏജ്. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യാസ്, ചേരാസ് കേരള റീജിയൻ, ചോള കാവേരി റീജിയൻ ആസ് ഉറയൂർ ക്യാപിറ്റൽ, പാണ്ഡ്യാസ് മധുരൈ റീജിയൻ. ഏകദേശം ആ വൈഗൈ റിവറിന്റെ തീരത്തൊക്കെയാണ് അവരുണ്ടായിരുന്നത്. അവർ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ്, അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, സംഘം ലിറ്ററേച്ചർ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ 300 BC ടു 300 AD വി ഹാഡ് ദി സൗത്ത് ഇന്ത്യയിൽ സംഘം പീരീഡ്, ചേര, ചോള, പാണ്ഡ്യാസ്. ഇതാണ് ഒരു 300 AD വരെയുള്ള കഥ. അപ്പോൾ ബേസിക്കലി പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിൽ കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയി നിൽക്കുകയാണ്. ഇതിന് വീണ്ടും ഒന്നായി വരുന്നത്, അല്ലെങ്കിൽ വീണ്ടും വെൻ ദേ ആർ കമ്മിങ് ടുഗദർ, ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് ടൈം പീരീഡ് വിച്ച് വി കോൾ ആസ് ദി ഗുപ്ത എംപയർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, UPSCക്ക് പ്രിയപ്പെട്ട 2 സ്ഥലങ്ങളായി പലപ്പോഴും കാണുന്നതാണ് ഗുപ്താസും മൗര്യാസും. കാരണം എന്താ? ഇത് രണ്ടുമാണ് ഏറ്റവും പീക്ക് ടൈം പീരീഡ്, എല്ലാം ഒന്നിച്ചു വരുന്ന വലിയ എംപയർ ആയി വന്നത്. ഗുപ്തൻ എംപയർ അറൌണ്ട് 320 AD ടു 550 AD വരെയാണ്. അത് ഏറ്റവും ആദ്യം വരുന്നത് ചന്ദ്രഗുപ്ത 1 ആണ്, 319 AD ടു 334 AD. ശ്രീഗുപ്തയുണ്ട് 275 AD തൊട്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറയാൻ സിഗ്നിഫിക്കന്റ് റൂളായിട്ട് ചന്ദ്രഗുപ്ത 1 ആണ്. ചന്ദ്രഗുപ്ത 1 ശേഷം വി ഹാവ് സമുദ്രഗുപ്ത, who ruled from 335 AD to 380 AD, who is also called as the Indian Napoleon. ആളാണ് 5 മിലിറ്ററി ക്യാമ്പയിൻസിലൂടെ ഈ റീജൻസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത്. Then we also have Chandragupta II, next ruler, Navaratnas of Chandragupta II, 380 AD to 412 AD, and Kumaragupta 413 AD to 455 AD. പിന്നീട് അങ്ങോട്ട് ഗുപ്ത റൂളറിന്റെ വീക്ക് ഫേസ് ആയിരുന്നു. അത്രയും സിഗ്നിഫിക്കൻ്റ് ആയ റൂളേഴ്സ് അല്ല. ഗുപ്തൻ എംപയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ആയിരുന്നു. ഹാൻ ഇൻവേഷൻ കാരണം, ഇവരുടെ നാട്ടുരാജാക്കന്മാർ കൊടുത്ത സാമന്ത സിസ്റ്റം കാരണമൊക്കെ ആയിട്ട് ഗുപ്തൻ ടൈം പീരീഡ് ഡിക്ലൈൻ ആയിപ്പോയി. ഗുപ്തൻ ടൈം പീരീഡ് ഡിക്ലൈൻ ആയി പോയതിനു ശേഷം, ഗുപ്തൻ പീരീഡ് ഡിക്ലൈൻ ആയ ശേഷം വീണ്ടും നമുക്ക് എന്താ ഉണ്ടാവുന്നത്? വീണ്ടും വി ഹാവ് ലൈക്ക് ഒരു എംപയർ സ്പ്ലിറ്റ് ആയി പോയിട്ട് വീണ്ടും പല പല എംപയേഴ്സ് ആയി മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം പീരീഡ് നമ്മൾ പോസ്റ്റ് ഗുപ്താസ് എന്നാണ് പറയാം. സോ വീണ്ടും ഞാൻ ആ ഇന്ത്യയുടെ മാപ്പിൽ തന്നെ കാണിക്കാം, ലൈക്ക് വന്നിട്ടുള്ള പോസ്റ്റ് ഗുപ്താസ് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. യു ക്യാൻ സി ഓവർ ഹിയർ. നോക്കാം. If you look at the post Guptas,
ഗുപ്ത ആ പറയുന്ന നോർത്തേൺ ഭാഗത്തായിട്ട് വി ഹാഡ് ദി വർധന ഡൈനാസ്റ്റി വിച്ച് വി കോമൺലി കോൾഡ് ആസ് ദി പുഷ്യഭൂതി ഡൈനാസ്റ്റി. ഹർഷവർദ്ധന ഉണ്ടായിരുന്ന വീണ്ടും കനോജ് ക്യാപിറ്റലാക്കി വീണ്ടും ഒരു എംപയർ ഉണ്ടാക്കാൻ ശ്രമിച്ച പുഷ്യഭൂതി ഡൈനാസ്റ്റി അറൌണ്ട് ഒരു 500 AD to 647 AD. ദെൻ കനോജ് ഭാഗത്ത് വി ഹാവ് ദി മൗഖരീസ് അഗെയിൻ 550 AD to 606 AD. ദെൻ ലേറ്റർ ഗുപ്താസ്, മഗധയിൽ ഉണ്ടായിരുന്ന ലേറ്റർ ഗുപ്താസ്, ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ടാവും. മഗധയിലെ ലേറ്റർ ഗുപ്താസ് ഹു റൂൾ ഫ്രം 550 AD to 750 AD. Towards the south we had Vakataka, central India Deccan region who ruled from 600 like around 600 550 AD to 600 AD വരെ ടൈം പീരീഡ് ലൊക്കേറ്റ് ഉണ്ടായിരുന്നു. Then if we move to the west we have the Maitrakas of Vallabhi. വല്ലഭിയിലെ മൈത്രകാസ് ഉണ്ടായിരുന്നു ഗുജറാത്ത് ഭാഗത്ത് around 475 AD to 770 AD വരെ. Then southil we have the Chalukyas and Pallavas. Chalukyas 543 AD to 750 AD. Pallavas 275 AD to around 800 AD. ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമായിരുന്നു ബിക്കോസ് ദേ ബോത്ത് ഓഫ് ദം വാണ്ടഡ് ദി കൃഷ്ണ തുംഗഭദ്ര ദ്വീപ്. അപ്പൊ ഈ രീതിയിൽ പോസ്റ്റ് ഗുപ്തൻ ടൈം പീരീഡിൽ വി ഹാഡ് ദി ഡിസിൻറ്റഗ്രേഷൻ അഗെയിൻ. പുഷ്യഭൂതി ആയിട്ടും മൗഖരീസ് ആയിട്ടും മൈത്രകാസ് ആയിട്ടും ചാലൂക്യ പല്ലവയായിട്ടും വകടകാസ് ആയിട്ടൊക്കെ വീണ്ടും സ്പ്ലിറ്റ് സംഭവിച്ചു. അപ്പോൾ വീണ്ടും ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാജനദാസായി സ്പ്ലിറ്റായി കിടന്നവർ മൗര്യൻ ടൈം പീരീഡിൽ ഒന്നാവുകയും പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിൽ വീണ്ടും സ്പ്ലിറ്റ് ആവുകയും ഗുപ്തൻ ടൈം പീരീഡിൽ വീണ്ടും ഒന്നാവുകയും വീണ്ടും സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ്സ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ദെൻ ഒരു കാര്യം കൂടി നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം അറൌണ്ട് ഒരു 8 to 10 സെഞ്ചുറി ടൈം പീരീഡിൽ 3 മേജർ പവേഴ്സ് ആണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടത്. ഒന്ന് ഗുർജര പ്രതിഹാരാസ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗുജറാത്ത് രാജസ്ഥാൻ ഭാഗത്തായിട്ട് വി ഹാഡ് ദി ഗുർജര പ്രതിഹാരാസ്. ദെൻ ബംഗാൾ ഭാഗത്ത് വി ഹാവ് ദി പാലാസ് ആൻഡ് ഇൻ ഡെക്കാൻ റീജിയൻ വി ഹാഡ് ദി രാഷ്ട്രകൂടാസ്. ഇങ്ങനെ 3 എംപയേഴ്സും കൂടി ഡെവലപ്പ് ചെയ്ത് വന്നു. ആൻഡ് ദീസ് 3 കിങ്ഡംസ് വെർ ഇൻ പെർപെച്വൽ കോൺഫ്ലിക്ട് വിത്ത് ഈച്ച് അതർ ആസ് ദേ all of them wanted the control of Kannauj and Gangetic Plain. ഇവർ 3 പേര് തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ, ആ കോൺഫ്ലിക്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഓക്കെ, ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. അപ്പോൾ ഇത്തരത്തിൽ 3 കിങ്ഡംസ് തമ്മിൽ സ്ട്രഗിൾ വരുമ്പോൾ അത് അവരെ വീക്കൻ ചെയ്യും. ഇവിടെ നിന്നാണ് പിന്നീട് ഇസ്ലാമിക് ഇൻവേഷൻ, അഫ്ഗാൻ ഇൻവേഷൻ പോലെയുള്ള മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി പോലുള്ള ആൾക്കാർ വരുന്നത്. ദാറ്റ് കംസ് ടു മിഡീവൽ ഇന്ത്യ. അപ്പോൾ ഇത്രയും രീതിയിൽ ആ ഒരു സ്റ്റോറി ലൈൻ ബേസിക്കലി ഇയർ ബൈസ് ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൻഷ്യന്റിലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. കുറെ ലോജിക്കൽ എലിമിനേഷൻസ് എടുക്കാൻ, നമുക്ക് കുറെ ലോജിക്കൽ ഗസ്സ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ഗോ ത്രൂ ദീസ് ടൈം ലൈൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. With more interesting and significant topics will be coming soon. So that's it. Thank you everyone.